ഹായ് ഫ്രണ്ട്സ്, റെയിൽവേയുടെ ഒട്ടനവധി പോസ്റ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനൊന്ന് പഠിച്ചു തുടങ്ങാം. മുൻവർഷ ചോദ്യപേപ്പറിൽ നിന്നും നമ്മൾ ഗ്രൂപ്പ് ഡിൻ്റെ എക്സാം കഴിഞ്ഞാൽ കുറേ പേര് തീരുമാനിച്ചു ഇനി എഴുതുന്നില്ല, റെയിൽവേ ചതിച്ചു എന്നൊക്കെ. പക്ഷെ അതൊക്കെ വെറുതെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പഠിച്ചതിലും കുറേ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് മുൻവർഷത്തെ ചോദ്യപേപ്പറുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മുൻവർഷത്തെ ചോദ്യപേപ്പറുകൾ ഉപയോഗിച്ച് ഒന്ന് പഠിച്ചു തുടങ്ങാം. ഇത് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 24/10/2018 എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണത്. രാവിലെ 9 മണി മുതൽ 10 വരെ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണത്. ഇനി തുടർന്നും ഇതുപോലത്തെ ക്ലാസ്സുകൾ ചെയ്യണം, മറ്റ് ക്ലാസ്സുകൾ ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ വാട്സാപ്പ് നമ്പറായ 7558 17 1990, അതല്ലെങ്കിൽ ecpsc2@gmail.com ഇതിലേതിലേക്കെങ്കിലും അയച്ചുതരിക. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2017 ഡിസംബറിൽ വെള്ളപ്പൊക്കത്തിൽ നിന്നും മണ്ണൊലിപ്പിൽ നിന്നും ആസാമിലെ ഡാഷിൻ്റെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പുതിയ സ്കീം അവതരിപ്പിച്ചു. മാജുലി ഐലൻഡ്. 2017 ഡിസംബറിൽ വെള്ളപ്പൊക്കത്തിൽ നിന്നും മണ്ണൊലിപ്പിൽ നിന്നും ആസാമിലെ മാജുലി ഐലൻഡിൻ്റെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പുതിയ സ്കീം അവതരിപ്പിച്ചു. അടുത്ത്, ഡാഷിനെ ശിക്ഷിച്ചത് 1857 വിപ്ലവം നയിച്ച വിപ്ലവകാരികളെ നയിച്ചതിനാണ്. തുടർന്ന് ഇയാളെ റങ്കൂണിലേക്ക് നാടുകടത്തുകയും 1862 മരിക്കുകയും ചെയ്തു. ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സഫറിനെ ശിക്ഷിച്ചത് 1857 വിപ്ലവം നയിച്ച വിപ്ലവകാരികളെ നയിച്ചതിനാലാണ്. തുടർന്ന് ഇയാളെ റങ്കൂണിലേക്ക് നാടുകടത്തുകയും 1862 മരിക്കുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, പരമ്പരയിലെ അടുത്ത അക്ഷരം കണ്ടെത്തുക. AD BECFD. AD BECFD. നമുക്ക് നോക്കി കാണാം. ABCD ഒന്നിടവിട്ട അക്ഷരങ്ങൾ ഒരു ഓർഡറിലാണ് പോകുന്നത്. അതുപോലെ DEEF അടുത്ത് വരുന്നത് G ആയിരിക്കും. F കഴിഞ്ഞാൽ G ആണ്. ഇവിടെ ഓപ്ഷൻ G. അടുത്ത ക്വസ്റ്റ്യൻ, മൂല്യം കണ്ടെത്തുക. √ ഓഫ് 30 പ്ലസ് √ ഓഫ് 30 പ്ലസ് √ ഓഫ് 30 പ്ലസ് √ ഓഫ് 30 പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. √ ഓഫ് 30 പ്ലസ് √ ഓഫ് 30 പ്ലസ് √ ഓഫ് 30 പ്ലസ് √ ഓഫ് 30 പ്ലസ് എക്സെട്ര. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ നമുക്ക് എക്സ് എന്നെടുക്കാം. അപ്പോൾ എക്സ് = √ ഓഫ് 30 പ്ലസ് √ ഓഫ് 30 പ്ലസ് √ ഓഫ് 30 പ്ലസ് √ ഓഫ് എക്സെട്ര. ഇനി ഈ രണ്ട് വശത്തിനെയും സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എക്സ് സ്ക്വയർ = √30 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 30 കിട്ടും. പ്ലസ് √ ഓഫ് 30 പ്ലസ് √ ഓഫ് 30 പ്ലസ് √ ഓഫ് എക്സെട്ര. ഇതിനോട് നോക്കി കാണാം. √ ഓഫ് 30 പ്ലസ് √ ഓഫ് 30 പ്ലസ് √ ഓഫ് 30 അത് നമ്മുടെ എക്സ് എന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ = 30 പ്ലസ് എക്സ് എന്ന് കിട്ടും. ഇനി ഈ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്തേക്ക് 30-നെയും എക്സിനെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 30 = 0 എന്ന് കിട്ടും. ഇങ്ങനെയൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് 30ൻ്റെ ഘടകങ്ങളായ അടുത്തടുത്ത സംഖ്യകൾ ഏതാണെന്ന് നോക്കാം. ഇവിടെ 30ൻ്റെ ഘടകങ്ങൾ 5ഉം 6ഉമാണ്. എക്സ് മൈനസ് 6 ഇൻറ്റു എക്സ് പ്ലസ് 5 = 0. ഇനി നമുക്ക് എക്സ് മൈനസ് 6 = 0, എക്സ് പ്ലസ് 5 = 0 എന്നെടുക്കാം. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എക്സ് = 6 എന്ന് കിട്ടും. ഇവിടെ എക്സ് = -5 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് +6 ആണ്. കാരണം മൈനസ് നമ്മൾ എടുക്കാറില്ല, +6 എടുക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 6 ആണ്. അടുത്ത്, കിഴക്കോട്ട് അഭിമുഖമായി ശ്രീ സെഡ് ഇടത്തേക്ക് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്ന് എ എന്ന ബിന്ദുവിലെത്തുന്നു. എന്നിട്ട് ഇടത്തേക്ക് തിരിയുന്നു. 4 കിലോമീറ്റർ നടന്ന് ബി എന്ന ബിന്ദുവിലെത്തുന്നു. പിന്നീട് വലത്തേക്ക് തിരിയുന്നു. 3 കിലോമീറ്റർ നടന്ന് സി എന്ന ബിന്ദുവിലെത്തുന്നു. അവസാനമായി അയാൾ വലത്തേക്ക് തിരിയുകയും 10 കിലോമീറ്റർ നടന്ന് ഡി എന്ന ബിന്ദുവിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ബി ബിന്ദുവിൽ ശ്രീ സെഡ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് ഏത് ദിശയാണ്? കുറച്ച് കടുപ്പമേറിയ ക്വസ്റ്റ്യനാണ്. നമുക്ക് ആ ദിശ നഷ്ടപ്പെടുത്താം.
വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഇങ്ങനെയാണ് ദിശ വരിക. ഇവിടെ കിഴക്കോട്ട് അഭിമുഖം, അപ്പോൾ അയാൾ ഇങ്ങോട്ട് അഭിമുഖമായി നിൽക്കുകയാണ്. അവിടുന്ന് സെഡ് ഇടത്തേക്ക് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. ഇങ്ങോട്ട് നിൽക്കുന്ന ഒരാൾ ഇടത്തേക്ക് എന്ന് പറയുമ്പോൾ അത് മുകളിലേക്കായിരിക്കും. 5 കിലോമീറ്റർ നടന്ന് എ എന്ന ബിന്ദുവിലെത്തുന്നു. എന്നിട്ട് ഇടത്തേക്ക് തിരിയുന്നു. അങ്ങനെ മുകളിലേക്ക് പോകുന്ന ഒരാളുടെ ഇടതുവശം എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും, നമ്മുടെ ഇടത് കൈയിൻ്റെ വശം. അവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്ന് ബി എന്ന ബിന്ദുവിലെത്തുന്നു. അപ്പോൾ ഇവിടെ ബി ആണ്. എന്നിട്ട് വലത്തേക്ക് തിരിയുന്നു. ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്ന ഒരാളുടെ വലതുവശം മുകളിലേക്കായിരിക്കും, നമ്മുടെ വലത് കൈയിൻ്റെ വശമായിരിക്കും നോക്കേണ്ടത്. 3 കിലോമീറ്റർ നടന്ന് സി എന്ന ബിന്ദുവിലെത്തുന്നു. അവസാനമായി അയാൾ വലത്തേക്ക് തിരിയും. ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ഒരാളുടെ വലതുവശം എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. 10 കിലോമീറ്റർ നടന്ന് ഡി എന്ന ബിന്ദുവിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ബി എന്ന ബിന്ദുവിൽ ശ്രീ സെഡ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് എന്താണ്? ഇവിടെ നിൽക്കുന്ന ആൾക്ക് ബി പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. ഓപ്ഷൻ എ പടിഞ്ഞാറ്. ഇവിടെ നിൽക്കുന്ന ആൾക്ക് ബി എന്ന വശം പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കാണുന്നത്. ഏതാണ് ക്വസ്റ്റ്യനും പടിഞ്ഞാറ് ഭാഗത്തായിട്ടായിരിക്കും കാണുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സോൾവ്ഡ് പേപ്പർ എന്നൊരു ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, മുകളിൽ നൽകിയിരിക്കുന്ന ശ്രേണിയിലെ ആദ്യ പകുതി തിരിച്ചിടുകയാണെങ്കിൽ വലതുവശത്ത് നിന്നുള്ള 18ാമത്തെ പദത്തിൻ്റെ വലതുള്ള 15ാമത്തെ പദം ആയിരിക്കുന്നത്. കുറേ പോയിൻറ്റും ചിഹ്നങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് തിരിച്ചിട്ടൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യം നമുക്കത് എണ്ണി നോക്കാം എത്ര ഉണ്ടെന്ന്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 22 സംഖ്യകൾ മൊത്തമുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് മുകളിൽ നൽകിയിട്ടുള്ള ശ്രേണിയിലെ ആദ്യ പകുതി തിരിച്ചിടുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് 11 ആയിരിക്കും. 11 തിരിച്ചിട്ടൊക്കെ നോക്കുമ്പോൾ കുറേ സമയം എടുക്കും. ആ 11 പറഞ്ഞിരിക്കുന്ന സംഖ്യകളെക്കാട്ടി ചെറുതാണോ വലുതാണോ നോക്കുക. ഇവിടെ 15ഉം 18ഉമാണ് തന്നിരിക്കുന്നത്, അതിനാണ് ചെറുതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിടാൻ നിൽക്കണ്ട, നേരിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന ഇതെല്ലാമാണ് വലതുവശത്ത് നിന്നുള്ള 18ാമത്തെ പദത്തിൻ്റെ വലതുവശം എന്ന് പറയുന്നത് ഇവിടെയാണ്, റൈറ്റ് ലെഫ്റ്റ്. ഇവിടെ നിന്നുള്ള 18ാമത്തെ പദത്തിൻ്റെ 18ാമത്തെ പദം നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 എ ആണ് 18ാമത്തെ പദം. അതിൻ്റെ വലതുവശത്തുള്ള 15ാമത്തെ പദം. അപ്പോൾ എക്ക് വലതുവശം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് വരിക. അത് 15ാമത്തെ പദം നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ക്യൂ ആണ് ആൻസർ. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഉത്തരം കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 2018 ഓഗസ്റ്റ് പ്രകാരം ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്? ടി ഡി പി ആണ് 2018 ഓഗസ്റ്റ് പ്രകാരം ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അമിതിന് 7 ദിവസങ്ങൾ കൊണ്ട് ഒരു ജോലിയുടെ അരഭാഗം ചെയ്യുവാൻ സാധിക്കുമ്പോൾ അമലിന് 9 ദിവസം കൊണ്ട് അതേ ജോലിയുടെ അരഭാഗം ചെയ്യുവാൻ സാധിക്കുന്നു. രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ആ ജോലി ചെയ്യുവാൻ എത്ര ദിവസം എടുക്കും? ഇവിടെ അമിതിന് 7 ദിവസം കൊണ്ട് അര ജോലി. അപ്പോൾ ഒരു ഫുൾ ജോലി തീർക്കണമെങ്കിൽ അയാൾക്ക് 14 ദിവസങ്ങൾ വേണ്ടി വരും. ഇനി അലം 9 ദിവസം കൊണ്ട് അര ജോലി. ആ ഫുൾ ജോലി തീർക്കണമെങ്കിൽ 18 ദിവസം വേണ്ടി വരും. ഇതിന് നേരെ ഇരട്ടി കണ്ടുപിടിച്ചാൽ മതി. ഇനി അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട സമയം, അതിനുള്ള ഇക്വേഷൻ ഉണ്ട്, XY എക്സ് പ്ലസ് വൈ. ഇവിടെ XY എന്ന് പറയുന്നത് 14ഉം 18ഉമാണ്. അപ്പോൾ X ഇൻറ്റു Y എന്ന് പറയുന്നത് 14 ഇൻറ്റു 18 ബൈ 14 പ്ലസ് 18 ചെയ്ത് നോക്കാം. 14 ഇൻറ്റു 18 എന്ന് പറയുന്നത് 252ആണ്. പിന്നെ 14 പ്ലസ് 18 32. ഇനി ഇതിനെ പരസ്പരം ഹരിക്കാൻ കഴിയുന്നത് 4 കൊണ്ട് ഹരിക്കാം. 32ൻ്റെ 4 കൊണ്ട് ഹരിച്ചാൽ 8. 252ൻ്റെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 63 കിട്ടും. അപ്പോൾ 63/8. ഓപ്ഷൻ എ 63/8 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പ് ഡാഷുമായി കലർത്തുമ്പോൾ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ലഭിക്കുന്നു. നിക്കലും ക്രോമിയവും. ഇരുമ്പ് നിക്കലും ക്രോമിയവുമായി കലർത്തുമ്പോൾ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ലഭിക്കുന്നു. നിക്കലും ക്രോമിയവും ഇരുമ്പും ചേർന്നിട്ടാണ്
സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്ക് ലഭിക്കുന്നത്. ഡാഷ് ഉഭയലിംഗ പുഷ്പം എന്നറിയപ്പെടുന്നു. കടുക്. കടുക് ഒരു ഉഭയലിംഗ പുഷ്പമാണ്. ഞാനിരുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് പഠിക്കാമെന്നുള്ള ഭാഗത്തിൽ ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും ചോദിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഉഭയലിംഗം എന്നാൽ പെൺ ലൈംഗിക അവയവങ്ങളും ആൺ ലൈംഗിക അവയവങ്ങളും ഒരേ സസ്യത്തിൽ നിന്ന് വരുന്നതിനാണ് ഉഭയലിംഗ പുഷ്പം എന്ന് പറയുന്നത്. ഇവിടെ തണ്ണിമത്തൻ, വെള്ളരി, പപ്പായ എല്ലാം വ്യത്യസ്തമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഒഴിവാക്കിയതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാത്തരം റെയിൽവേൻ്റെ ക്വസ്റ്റ്യൻസും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. താഴെ നൽകിയിരിക്കുന്ന 3 പ്രസ്താവനകളും അതിനെ തുടർന്ന് 1, 2 എന്നിങ്ങനെ അക്കമിട്ട 2 നിഗമനങ്ങളുമാണ്. പൊതുവെ അറിയപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായാണ് അവ തോന്നുന്നുവെങ്കിൽ പോലും നിങ്ങൾ ആ പ്രസ്താവനകളെ ശരിയെന്ന് പരിഗണിക്കണം. പ്രസ്താവനകളിൽ നിന്ന് ഏത് നിഗമനങ്ങളിൽ ആണ് എത്തിച്ചേരാവുന്നതെന്ന് തീരുമാനിക്കുക. പ്രസ്താവനകൾ ഇതാണ്. ചില ആപ്പിളുകൾ കുതിരകളാണ്. എല്ലാ ആപ്പിളുകളും ട്രെയിനുകളാണ്. ചില ട്രെയിനുകളും വയലറ്റുകളാണ്. ചില ആപ്പിളുകൾ കുതിരകളാണ്. എല്ലാ ആപ്പിളുകളും ട്രെയിനുകളാണ്. എല്ലാ ആപ്പിളുകളും ട്രെയിനുകളാണ്. എല്ലാ ട്രെയിനുകളും വയലറ്റുകളാണ്. ഇനി നിഗമനങ്ങൾ നോക്കാം. ചില ആപ്പിളുകൾ വയലറ്റ് അല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു ആപ്പിളുകളെല്ലാം തന്നെ ട്രെയിനുകളെല്ലാം തന്നെ വയലറ്റാണ്. അപ്പോൾ ഈ നിഗമനം തെറ്റാണ്. ചില ആപ്പിളുകൾ വയലറ്റ് അല്ല എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാ ആപ്പിളുകളും വയലറ്റ് എന്നാണെങ്കിൽ ശരിയാണ്. പിന്നെ ചില വയലറ്റുകൾ ട്രെയിൻ ആകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ വയലറ്റുകളും ട്രെയിനുകളാണ്. അതുകൊണ്ട് തന്നെ ചില വയലറ്റുകൾ ട്രെയിനുകളാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓപ്ഷൻ 2 ശരിയാണ്. നിഗമനം 2ൽ എത്തിച്ചേർന്നു. നിഗമനം 2 ശരി. അടുത്ത് രോഹൻ്റെയും സോഹൻ്റെയും വയസ്സുകളുടെ അനുപാതം 4:3 9 വർഷങ്ങൾ കഴിയുമ്പോൾ രോഹന് 33 വയസ്സ് പ്രായം ഉണ്ടാകും. സോഹൻ്റെ ഇപ്പോഴത്തെ പ്രായം കണ്ടുപിടിക്കുക. ഇത് വളരെ എളുപ്പമാണ്. നമുക്ക് വയസ്സുകൾ 4x എന്നും 3x എന്നും എടുക്കാം. ഇത് രോഹനാണ്, ഇത് സോഹനാണ്. ഇനി 9 വർഷം കഴിയുമ്പോൾ രോഹന് 33 വയസ്സ് പ്രായം ഉണ്ടാകും. രോഹന് ഇപ്പോൾ 4x ആണ്. 4x + 9 = 33 വയസ്സ്. 9 വയസ്സ് കഴിയുമ്പോൾ 33 വയസ്സ് പ്രായം ഉണ്ടാകും. ഇത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. 4x = 33 - 9. 33 - 9 24. 4x = 24. ഇന്ന് x = 24/4 6 എന്ന് കിട്ടി. എക്സ് നമുക്ക് 6 എന്ന് കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്നത് സോഹൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ്. സോഹൻ്റെ ഇപ്പോഴത്തെ പ്രായം 3x ആണ്. ഈ എക്സ് എന്ന സ്ഥാനത്ത് 6 കൊടുക്കാം. 3 × 6 = 18. ഓപ്ഷൻ ഡി 18 വയസ്സ്. അടുത്ത് നളിനി, തൻവി, രാശി എന്നിവർക്ക് ഒരു കേക്ക് പങ്കിട്ടു. നളിനി അതിൻ്റെ 12ൽ 1 ഭാഗം കഴിച്ചു. തൻവി 3ൽ 1 ഭാഗവും ശേഷിക്കുന്ന രാശിയും കഴിച്ചു. രാശിക്ക് ലഭിച്ച കേക്കിൻ്റെ പങ്ക് എത്ര? അതായത് ഒരു കേക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ 12ൽ 1 ഭാഗം നളിനി കഴിച്ചു. 3ൽ 1 ഭാഗം തൻവി കഴിച്ചു. ബാക്കിയുള്ളത് രാശിയും കഴിച്ചു. ഇത് 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടണം. അപ്പോൾ നമുക്ക് ആദ്യം നളിനിയും തൻവിയും കഴിച്ച് കൂട്ടി നോക്കാം. 1/12 + 1/3 ഈ 12ൻ്റെയും 3ൻ്റെയും ലസാഗു കണ്ടുപിടിക്കണം. ആദ്യം 12 3 3 തന്നെ ആയിരിക്കാം. 4 1 3 12 12 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ 12/1 + 4 = 5/12. അപ്പോൾ നമുക്ക് നളിനിയും തൻവിയും കഴിച്ച് കിട്ടി. ഇനി രാശി കഴിച്ചു. 5/12 + x കഴിച്ച് കഴിഞ്ഞാൽ ഒരു കേക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് 1 - x കണ്ടുപിടിക്കാൻ വേണ്ടി 1 - 5/12 ചെയ്താൽ മതി. ഇത് കഴിയുമ്പോൾ 12 × 1 12 - 5 7/12 7/12. ഓപ്ഷൻ 4 7/12. അടുത്ത് ഇന്ത്യയിൽ ഗോവധത്തെ നിയന്ത്രിക്കുന്നത് ഏത് മന്ത്രാലയമാണ്? പരിസ്ഥിതി മന്ത്രാലയമാണ് ഇന്ത്യയിൽ ഗോവധത്തെ നിയന്ത്രിക്കുന്നത്.